നമ്മുടെ ABC സ്റ്റോറിൽ നിന്നും വാങ്ങിച്ച ഫ്രാങ്ക് മുള്ളർ ഓട്ടോമാറ്റിക് വാച്ചിന്റെ ടൈം സെറ്റിംഗ് ആൻഡ് വൈൻഡിങ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ടൈം സ്ക്രൂ. ഈ ടൈം സ്ക്രൂ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് വാച്ച് കിട്ടുന്ന സമയത്ത് ഇതുപോലെ റണ്ണിങ് കണ്ടീഷനിലായിരിക്കും, ചിലപ്പം റണ്ണിങ് അല്ലാത്ത കണ്ടീഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ടൈം സെറ്റ് ചെയ്യണം, അതിനുശേഷം വൈൻഡ് ചെയ്യണം. ഈ ടൈം സ്ക്രൂ ഇത് സ്ക്രൂ ആണ്. നമ്മൾ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ പോരില്ല, കംപ്ലീറ്റ്ലി ചിലപ്പം ഇളകി പോരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം സ്ക്രൂ താഴേക്ക് തിരിച്ച് അൺസ്ക്രൂ ചെയ്യുക. താഴേക്ക് തിരിച്ച് കംപ്ലീറ്റ്ലി അൺസ്ക്രൂ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ അൺസ്ക്രൂ ചെയ്തപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു സംഭവത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ആയിട്ട് തിരിയുന്നത്, മറ്റേ കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും തിരിയുക, ഇത് ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ട്. എന്നിട്ട് പുൾ ഔട്ട് ചെയ്യുക, ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യുക. പുൾ ഔട്ട് ചെയ്തു, ഫുള്ളായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. പുൾ ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് പോകുന്നു. നല്ല പോലെ ഹാർഡായിട്ട് വലിക്കരുത്. ഹാർഡായിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റെംസ് പൊട്ടിയിട്ട് ഈ സംഭവം വെളിയിൽ വരും. സോ അത് ശ്രദ്ധിക്കുക. മെല്ലെ ചെറിയ ഒരു ഇത് കൊടുത്തിട്ട് മാത്രം തിരിക്കുക. ഇവിടെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ് ടൈം 1:40 ഓക്കെ, 1:40 ഇവിടെ ഞാൻ ടൈം സെറ്റ് ചെയ്യാണ്. ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ ഞാനിവിടെ 12 കഴിഞ്ഞു ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ ഈ ഡേറ്റ് ചേഞ്ച് ആവുന്നില്ല. അതിനർത്ഥം ഇത് മോർണിംഗ് 1:40 ആവുന്നത്. നമുക്ക് മോർണിംഗ് അല്ല, ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള 1:40. അതുകൊണ്ട് തന്നെ ഇത് ഒന്നുകൂടെ 24 അവർ കറക്കുക. അപ്പോൾ ഇവിടെ ഡേറ്റ് ചേഞ്ച് ആയി. കണ്ടോ, ഡേറ്റ് ചേഞ്ച് ആയിട്ടുള്ള 1:40 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്യാണ്ട്, സോറി, ഡേറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞിട്ടുള്ള 1:40 വേണ്ടത്. അതായത് രണ്ടാമത്തെ ഷെഡ്യൂളിലുള്ള 1:40. ഓക്കെ, രണ്ടാമത്തെ ഷെഡ്യൂളിലുള്ള 1:40 ഞാൻ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 1:40 ഇവിടെ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാച്ച് ഇവിടെ സ്റ്റക്കാണ്. വാച്ച് ഇവിടെ സ്റ്റക്കല്ലേ നോക്കുക. ടൈം സെറ്റിങ്ങിൽ വാച്ച് സ്റ്റക്കായിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് ചെറിയൊരു പ്രസ് കൊടുക്കുക. ഇത് ഡേറ്റിംഗ് പൊസിഷനാണ്. ഡേറ്റിംഗ് പൊസിഷനിൽ ഇന്നത്തെ ഡേറ്റ് വരുന്നത് 23 ഒക്ടോബറാണ്. അപ്പോൾ 23 ഒക്ടോബർ 23 കൊടുക്കുക. കണ്ടോ, 23 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രസ് കൂടെ കൊടുക്കുക. ഒരു പ്രസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വൈൻഡിങ് പൊസിഷനിലെത്തി. ഇനി വൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു സംഭവത്തിൽ തട്ടി തിരിയുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കും. എന്തോന്ന് ഇപ്പം നോർമലി നമ്മൾ തിരിക്കുമ്പോൾ കേൾക്കാത്ത പോലത്തെ ഒരു സൗണ്ട് നമ്മൾ ഇതിപ്പോൾ തിരിക്കുമ്പോൾ കിട്ടും. ഒരു വൈബ്രേഷൻ. 1, 2, 3, 4, 5 5 6 തവണ നമ്മളിത് തിരിക്കുക, മുകളിലേക്ക് തിരിക്കുക. അപ്പോൾ അത് വൈൻഡായി. ഓക്കെ, അതായത് ഇതിന് നമ്മൾ ബേസിക് ചാർജ് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കുക. നല്ല പോലെ തന്നെ പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കുക. പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കണം. ഇവിടെ ടൈറ്റായി, ഇവിടെ കുടുങ്ങി നിന്നു. ഇനി അങ്ങോട്ട് തിരിയാനില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടൈം സെറ്റിംഗ്. ഇത്ര ചെയ്തതിനു ശേഷം വാച്ച് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, എന്നിട്ട് കൈമ കെട്ടുക. ഓക്കെ, ഇവിടെ ടൈം ഞാനെല്ലാം കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം സ്ക്രൂ വെറുതെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിക്കും, അൺസ്ക്രൂ ചെയ്ത് ഇങ്ങനെ കളിക്കരുത്. ഇതാണ് ഇതിൻ്റെ ഹെഡ്. ഓക്കെ, ഇത് പൊട്ടി പോന്നിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ് ശരിയാക്കാൻ. അതേപോലെ തന്നെ ഇത് മറ്റേ ഓവർ വൈൻഡ് ആയിട്ടില്ല, നമ്മൾ വെറുതെ വൈൻഡിങ് പൊസിഷനിൽ ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ ഒരു 10 20 വട്ടം ഇങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നൂല് പോലത്തെ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചാർജ് സ്റ്റോറേജ് ഏരിയ, ആ ഏരിയ ഓവറായിട്ട് വലിഞ്ഞ് മുറുകി ടൈറ്റ് ആയി കഴിഞ്ഞാൽ വാച്ച് സ്റ്റക്ക് ആവും, പിന്നെ വാച്ച് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ടൈം സെറ്റിംഗ് ആൻഡ് വൈൻഡിങ് കഴിഞ്ഞാൽ ഈ ടൈം സ്ക്രൂവിനെ ഫ്രീ ആക്കി വിടുക. അത് അതിൽ വെറുതെ ഇങ്ങനെ ഇതെന്താ ടൈറ്റ് ആവാത്തത്, ഇതെന്താ ലൂസ് ആവാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിക്കരുത്. അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഡെയിലി വൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 ദിവസം കൂടുന്ന സമയത്ത് വൈൻഡ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ വാച്ച് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രം വൈൻഡ് ചെയ്യുക. ഓക്കെ, ഈ വാച്ചിൻ്റെ ടൈം സ്ക്രൂ ടൈറ്റ് അല്ലേ എന്ന് നോക്കുക. എല്ലാ വാച്ചിനും ഇതുപോലെ ടൈറ്റ് ആവില്ല. ഇപ്പോൾ ഈ വാച്ച് ഫ്രാങ്ക് മുള്ളർ പോലത്തെ വാച്ചിലൊക്കെ ഇത് ടൈറ്റ് ആവും. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല. കണ്ടോ, ഗ്യാപ്പ് ഇല്ലാതായിട്ടില്ലേ നോക്കുക. എന്നിട്ട് വാച്ച് കൈയ്യുമ്മൽ കിട്ടുക. ഇത്രേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ടൈം സ്ക്രൂ ഓവറായിട്ട് വലിക്കരുത്. ഇതിപ്പോൾ അൺസ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല പോലെ പ്രഷർ കൊടുത്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റെംസ് പൊട്ടിയിട്ട് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ചെറിയ മെല്ലെ കൊടുക്കുക, മെല്ലെ കീ കൊടുക്കുക, മെല്ലെ പുൾ ഔട്ട് ചെയ്യുക ഒക്കെ ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം.